നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. 2005 നിങ്ങൾ ദുബൈയിൽ വിമാനം ഇറങ്ങുമ്പോൾ ഒരു ദിർഹത്തിന് 12 രൂപയായിരുന്നു വില. ഇന്നത് 25 രൂപ കടന്നിരിക്കുന്നു. നമ്മളിൽ പലരും വിചാരിക്കും, നന്നായി, എന്റെ ദിർഹത്തിന് ഇപ്പോൾ കൂടുതൽ വില കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ. എന്നാൽ സുഹൃത്തുക്കളെ, അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. സത്യത്തിൽ നിങ്ങളുടെ ദിർഹവും റിയാലും ഒക്കെ സ്ട്രോങ് ആകുകയല്ല ചെയ്തത്, മറിച്ച് നമ്മുടെ രൂപ എന്ന റുപ്യ വീക്ക് ആകുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള ദിർഹമിനെ അല്ലെങ്കിൽ റിയാലിന്റെ എണ്ണം കൂടിയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ നാട്ടിലേക്ക് അയച്ച് സേവിങ്സ് ആയി വെച്ച ആ രൂപ ഓരോ ദിവസവും നിശബ്ദമായി ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലാവാത്തത് കൊണ്ടാണ് മിക്ക ഗൾഫ് മലയാളികളും 20-25 വർഷം മണലാരുണ്യത്തിൽ കഷ്ടപ്പെട്ടിട്ടും ഒടുവിൽ നാട്ടിൽ വന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ ഇറങ്ങുമ്പോൾ കയ്യിലുള്ള മൂലധനം അഥവാ ക്യാപിറ്റൽ വിചാരിച്ചതിലും എത്രയോ കുറവാണെന്ന് തിരിച്ചറിയുന്നത്. ഈ വീഡിയോ വളരെ ലളിതമായ എന്നാൽ തികഞ്ഞ ജാഗ്രതയോടെ നാം നേരിടേണ്ട ഒരു സത്യത്തെക്കുറിച്ചാണ്. പണം എന്ന അളവുകോൽ അത് നിങ്ങൾ അറിയാതെ നിരന്തരം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ ഈ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോയവരായിരിക്കാം. 10-20 വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ടു, അത്യാവശ്യം സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മനസ്സിലൊരു ചിന്ത, ഇനിയും ഇവിടെ ഇങ്ങനെ തുടരണോ, നാട്ടിൽ പോയി ഒരു ബിസിനസ് തുടങ്ങിയാലോ? ഈ ചിന്ത വന്നാൽ മിക്കവരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നാട്ടിൽ ഏത് ബിസിനസ് ചെയ്യാം? ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലോ? അതോ ഒരു റെസ്റ്റോറൻറ്റോ? അതോ റിയൽ എസ്റ്റേറ്റോ? പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നു, ഇതാവരുത് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ മൂന്നാമതോ നാലാമതോ വരേണ്ട ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കണം: ശരിക്കും എൻ്റെ കയ്യിൽ എത്ര മൂലധനമുണ്ട്? നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ കാണുന്ന ആ നമ്പറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ നമ്പറിന്റെ യഥാർത്ഥ മൂല്യത്തെ, റിയൽ വാല്യൂ, അതിനെക്കുറിച്ചാണ്. ആ പണം കൊണ്ട് ഇന്ന് നാട്ടിൽ ചെന്നാൽ ശരിക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ നിരവധി പ്രവാസികളുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങി വിജയിച്ചവർ, തകർന്നു പോയവർ, പരാജയപ്പെട്ട് വീണ്ടും ഗൾഫിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നവർ. 23 വർഷം പ്രവാസിയായിരുന്ന എനിക്ക് കഴിഞ്ഞ 10 വർഷത്തെ നിരന്തരമായ അന്വേഷണങ്ങൾ ആവശ്യമായിരുന്നു. പരാജയപ്പെട്ടവരിൽ നിന്നും ഞാനൊരു പൊതുവായ സ്വഭാവം ശ്രദ്ധിച്ചു. അവർ അധികവും കരുതിയത് ഇങ്ങനെയാണ്: എനിക്ക് നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായും വിജയിക്കും. ഈ പാറ്റേൺ ഏറെക്കുറെ ശരിയാണ്. പക്ഷേ അവർക്ക് ഒരു തെറ്റുപറ്റി. കയ്യിൽ പണമുണ്ട് എന്നവർ ഉറപ്പിച്ചു വിശ്വസിച്ചു. പക്ഷേ ആ പണത്തിന്റെ ശരിക്കുള്ള മൂല്യം എത്രയാണെന്ന് അവർ കണക്കാക്കിയില്ല. പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന യാഥാർത്ഥ്യത്തെ അവർ കണ്ടില്ല. ഫലം എന്തായിരുന്നു? വിചാരിച്ചതിലും വേഗത്തിൽ മൂലധനം തീർന്നു, കെട്ടിട വാടക കൂടി, സാധനങ്ങളുടെ വില കൂടി, ലൈസൻസ് ഫീസും ലേബർ കോസ്റ്റും കൂടി. 40 ലക്ഷം രൂപ പ്ലാൻ ചെയ്ത പ്രോജക്റ്റ് അവസാനിക്കുമ്പോൾ 60 ലക്ഷമായി മാറി. പണം പകുതി വഴിയിൽ വെച്ച് തീർന്നു. പകുതി പണി തീർത്ത ബിസിനസ് ഒരു മൃതദേഹം പോലെയായി, ഭാരമുള്ളതായി, അവർക്ക് താങ്ങാൻ പറ്റാതെയായി. ഇത് അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല സംഭവിക്കുന്നത്, കഷ്ടപ്പെടാൻ വയ്യാത്തത് കൊണ്ടും തയ്യാറല്ലാത്തത് കൊണ്ടുമല്ല. പകരം മണി ഗെയിമിന്റെ നിയമങ്ങൾ അവർ പഠിച്ചിരുന്നില്ല. അവർ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റുമായി ബിസിനസ് ചെയ്യാൻ ഇറങ്ങി. ഇതാണ് സത്യം. നമുക്ക് ചുറ്റുമുള്ള അളവുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സമയമെടുത്തു. സമയത്തിന് ഒരു സ്കെയിലുണ്ട്. 1 മിനിറ്റ് എന്നാൽ 60 സെക്കൻഡ്. സൗദിയിലായാലും കേരളത്തിലായാലും 1950-ലായാലും 2050-ലായാലും അതിൽ മാറ്റമില്ല. ദൂരത്തിനൊരു സ്കെയിലുണ്ട്. 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്റർ. ലോകത്ത് എവിടെയും അത് അങ്ങനെ തന്നെയാണ്. തൂക്കത്തിനൊരു സ്കെയിലുണ്ട്. 1 കിലോ എന്നാൽ 1000 ഗ്രാം. അതൊരിക്കലും മാറുന്നില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, പണത്തിന് അങ്ങനെ സ്ഥിരമായ ഒരു സ്കെയിലുണ്ടോ? ഇല്ല. പണത്തിന് മാത്രം സ്ഥിരമായ ഒരു സ്കെയിൽ ഇല്ല. 2005-ൽ 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം ഇന്ന് 100 രൂപയ്ക്ക് കിട്ടില്ല. സമയം, ദൂരം, തൂക്കം എന്നിവയുടെ സ്കെയിൽ ജീവിതകാലം മുഴുവൻ മാറ്റമില്ലാതെ തുടരുമ്പോൾ പണത്തിന്റെ സ്കെയിൽ ഓരോ വർഷവും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പണവും മറ്റ് അളവുകളെ പോലെ സ്ഥിരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നതാണ്.
എൻ്റെ കയ്യിൽ 30 ലക്ഷം രൂപ സമ്പാദ്യമുണ്ട് എന്നൊരാൾ പറയുമ്പോൾ അയാൾ ഉള്ളിൽ അറിയാതെ വിശ്വസിക്കുന്നത് അതൊരു സ്ഥിരമായ സംഖ്യയാണ് എന്നാണ്. അല്ല, അത് ഓരോ ദിവസവും ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഐസ് കഷ്ണമാണ്. ഇത് എല്ലാവർക്കും ബാധകമായ ഒരു സത്യവുമാണ്. പക്ഷേ പ്രവാസികൾക്ക് ഇതിന്റെ ആഘാതം ഇരട്ടിയാണ്. എന്തുകൊണ്ടെന്നോ? നിങ്ങൾ ജോലി ചെയ്യുന്നത് ദിർഹത്തിലോ റിയാലിലോ ദിനാറിലോ ഒക്കെയാണ്. അവയൊക്കെ അത്യാവശ്യം കരുത്തുള്ള കറൻസികളാണ്. പക്ഷേ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ സൂക്ഷിക്കുന്നത് രൂപയിലാണ്. ശക്തമായ കറൻസിയിൽ അധ്വാനിക്കുന്നു, പക്ഷേ വേഗത്തിൽ മൂല്യമിടിയുന്ന കറൻസിയിൽ പണം സൂക്ഷിക്കും. 2005 നിങ്ങൾ സേവ് ചെയ്ത 12,000 രൂപ ഇന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ 12,000 എന്ന് തന്നെ കാണാം. പക്ഷേ അന്നത്തെ 12,000 രൂപ കൊണ്ട് ഒരു മാസത്തെ കുടുംബ ചെലവ് നടന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ 12,000 രൂപ വെറും ഒരാഴ്ചത്തെ പലചരക്ക് ബില്ല് മാത്രമാണ് എന്നറിയണം. നമ്പർ ഒന്നാണ്, പക്ഷേ മൂല്യം വ്യത്യസ്തമാണ്. ഇതാണ് പ്രവാസിയുടെ നിശബ്ദമായ നഷ്ടം. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? അതുതന്നെയാണ് നമ്മൾ ഈ തുടർച്ചയായ വീഡിയോ സീരിയലിൽ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കണം. ഇന്ന് വിജയിക്കുന്നത് പണം കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നവനല്ല, പകരം പണം ചലിപ്പിക്കാൻ അറിയുന്നവനാണ്. പണം ഒരിടത്ത് കെട്ടിക്കിടന്നാൽ അത് ഉരുകിത്തീരും. എന്നാൽ അത് പ്രൊഡക്റ്റീവായ ആസ്തികളിലേക്കോ ബിസിനസ്സുകളിലേക്കോ മാറിയാൽ പണപ്പെരുപ്പം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് പകരം നിങ്ങൾക്കായി പ്രവർത്തിച്ചു തുടങ്ങും. ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. പണം അനങ്ങാതെ സൂക്ഷിക്കുക എന്നത് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ്. പണത്തെ ചലിപ്പിച്ച് മൂല്യം കൂട്ടുക എന്നത് ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തണം. ശരിക്കും എന്താണ് പണം? എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്? പസഫിക് സമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപിൽ 4 ടൺ ഭാരമുള്ള കല്ലുകൾ പണമായി ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. കടലിൽ മുങ്ങിപ്പോയ, തിരിച്ചെടുക്കാൻ സാധിക്കാത്ത, ആർക്കും കാണാൻ കഴിയാത്ത ഒരു കല്ലിന് പോലും അവരുടെ ഇടയിലെ ക്രയവിക്രയത്തിനുള്ള മാർഗമായിരുന്നു. ആ ദ്വീപുകാരുടെ കഥ ശരിക്കും പ്രവാസികളായ നമ്മുടെ കൂടി കഥയാണ്. അവർ ജീവൻ പണയം വെച്ച് കടൽ കടന്ന് കല്ലുകൾ കൊണ്ടുവന്നു. നമ്മളും ജീവിതം പണയം വെച്ച് കടൽ കടന്ന് ദിർഹവും റിയാലും കൊണ്ടുവരുന്നുണ്ട്. അടുത്ത ഭാഗത്തിൽ നമ്മൾ ആ യാപ്പ് എന്ന ദ്വീപിന്റെ അത്ഭുതകരമായ കഥയിലൂടെ പണത്തിന്റെ യഥാർത്ഥ സ്വഭാവം പഠിക്കാം. അത് കാണുന്നതോടുകൂടി നിങ്ങളുടെ NRE ബാലൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ വിശ്വസിച്ചിരുന്ന ചില അപ്രിയ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൗകര്യപ്രദമായ നുണകളേക്കാൾ എന്നും നല്ലത് അപ്രിയമായ സത്യങ്ങളാണ്. കാരണം സത്യങ്ങൾ മാത്രമേ നിങ്ങളെ സ്വതന്ത്രരാക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം.